ഇന്നൊരു 1 kg ആയിട്ടാണ് നട്ടി ബബിൾ കേക്കാണ് കേട്ടോ. പേര് പോലെ തന്നെ നട്ടി ബബിൾ ആണെങ്കിലും ഇതിനകത്ത് ബബിളില്ല കേട്ടോ. ബബിളില്ലാത്തൊരു നട്ടി ബബിളാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 4 മുട്ട ഉപയോഗിച്ചൊരു കേക്ക് സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ കേക്കിൻ്റെ ആവശ്യത്തിന് എടുക്കുന്ന ക്രീമിലേക്ക് കുറച്ച് ബൂസ്റ്റർ പൗഡർ ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ക്രീമാണ് കേട്ടോ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് ഓരോ ലെയറിലും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലാണ് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത നട്ട്സ് എന്ന് പറഞ്ഞാൽ കാഷ്യൂസും അതുപോലെ തന്നെ ബദാമും കുറച്ച് ചോക്കോ ചിപ്സും ആയിരുന്നു കേട്ടോ. നട്ട്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്ത സിറപ്പ് എന്ന് പറയുന്നത് പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, പഞ്ചസാര അതുപോലെ തന്നെ ബൂസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു സിറപ്പാണ് കേട്ടോ. ഈ ഒരു കേക്ക് നട്ടി ബബിൾ ആണെങ്കിലും ബബിളില്ലാത്ത കേക്കാണെന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ നട്ടി ബബിൾ ചെയ്യുന്നത് പറഞ്ഞാൽ പുറത്തൊക്കെ നമ്മൾ കുറച്ചധികം നട്ട്സൊക്കെ ഇട്ട് മുകൾ ഭാഗത്ത് കുറച്ച് ബബിൾസൊക്കെ കൊടുത്താണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു കേക്കിനെ നട്ടി ബബിൾ കണക്ക് പുറംഭാഗം ചെയ്യാതെ ഒരു കസ്റ്റമൈസ്ഡ് കേക്ക് കണക്ക് ചെയ്യാനുള്ള കാരണം ഇവനാണ് കേട്ടോ. നമ്മളൊരു BMW കാറിൻ്റെ ഫാനാണ്. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ മുകളിൽ BMW കാറിൻ്റെ പടം വേണമെന്നായിരുന്നു കേട്ടോ. അതും അവർക്ക് എഡിബിൾ ആയിട്ടുള്ള ഫോട്ടോ പ്രിൻറ്റ് മതിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ A4 സൈസിൽ ഷുഗർ ഷീറ്റിലാണ് കേട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ആവശ്യത്തിന് കേക്കിൻ്റെ ടിന്നനുസരിച്ച് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതിനകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് ഈ കേക്കിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വല്ലതും തോന്നുമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളേ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാനിതിൽ സൈഡ് ബോർഡറോട് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ താഴെ ഭാഗത്ത് കുറച്ച് ചോക്കോ ചിപ്സ് കൂടെ ഇട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷു എഴുതി നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.